തവക്കുൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവിലെ കാര്യമാകട്ടെ ആഖിറത്തിലെ കാര്യമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലാതെ എനിക്കൊന്ന് കൈവിരൽ ചലിപ്പിക്കാൻ പോലും കഴിയില്ല എന്നത് അവൻ പഠിക്കലാണ് തവക്കുലിന്റെ ആദ്യത്തെ ഭാഗം. അതാണ് ഇൽമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസുഖബാധിതനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് അസുഖം മാറാൻ സാധിക്കുകയില്ല, ആരോഗ്യമുള്ള സ്ഥിതിയിൽ നിന്ന് ഞാൻ അസുഖബാധിതനാവുകയില്ല, ധനികനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ദരിദ്രനാവുകയില്ല. ആരെ കൊണ്ടല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ. രണ്ടാമത്തെ കാര്യം അമലാണ്. അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ എന്തൊരു കാര്യമാണോ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവൻ എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിക്കുന്നുണ്ട്, ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ട കാരണങ്ങൾ അവൻ പ്രാവർത്തികമാക്കണം. അതാണ് അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഒന്നും പ്രവർത്തിക്കുകയില്ല, എന്നിട്ട് അവൻ പറയും ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു. അത് തവക്കുലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എല്ലാ കാര്യത്തിന്റെയും നിയന്ത്രണമുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം അവൻ തന്റെ സർവ്വ പരിശ്രമങ്ങളും താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്.